ഞങ്ങളുടെ ഡിങ്കോൾഫി അച്ഛനെ വിടർത്തുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ ഇക്കഴിഞ്ഞ 9-ാം തീയതി മാർത്തോമാ സഭയിൽ വിടർത്ത് കൽപ്പന കൊടുത്തു അടർത്തി മാറ്റിയ ഇറവറൻ മാത്യു ജേക്കബ് എന്ന ബെന്നി പാതിരിയെ വിടർത്തിയതിൽ പ്രതിഷേധിച്ച് പാതിരിയുടെ ചില ശിങ്കടികൾ ചോലക്കൊമ്പ് സെന്റ് ജോൺസ് മാർത്തോമാ പള്ളിയിൽ കിടന്ന് പരാക്രമങ്ങൾ കാണിച്ചു. ബെന്നി പാതിരിയെ മാറ്റുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാർത്തോമാ സഭാധ്യക്ഷൻ നിയമിച്ച പുതിയ വികാരിയും മാർത്തോമാ സഭയുടെ തിയോളജിക്കൽ സെമിനാരിയിലെ മുൻ അധ്യാപകനുമായ ഡോക്ടർ കോശിപ്പി വർഗീസിനെ കുർബാന നടത്തുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നും അലമുറയിട്ടാണ് പള്ളിക്കുള്ളിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡിങ്കോൾഫി പാതിരിയുടെ സിൽബന്ദികൾ അഴിഞ്ഞാടിയത്. ഇടവകക്കാർ തന്നെ എടുത്ത് പഞ്ഞിക്കിടാത്തതിൽ സന്തോഷിച്ച് പാതിരി സ്വർഗത്തിലേക്ക് തന്റെ കണ്ണട വെച്ച കണ്ണുകൾ ഉയർത്തി ഒരു സ്തോത്രം അങ്ങ് കരയേറ്റി. ഒരു സ്തോത്രം കിട്ടിയാൽ ആർക്കാണ് സുഖിക്കാത്തത്? നവീകരണത്തിന്റെ ഭാഗമായി മുത്തപ്പനെ എടുത്ത് കിണറ്റിലിട്ട് തുടക്കം കുറിച്ച മാർത്തോമാ സഭ ഇടവകാരിയെ വരെ എടുത്ത് കിണറ്റിലിടുന്ന നിലയിലേക്ക് നവീകരണം പൂത്തൊലിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഞായറാഴ്ച കുർബാനയ്ക്ക് മുമ്പായാണ് പള്ളിയിൽ ഈ കലാപരിപാടി നടന്നത്. ലഹളയെ തുടർന്ന് അരമണിക്കൂർ വൈകിയാണ് കുർബാന തുടങ്ങിയത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഒരു കർണം തടിച്ചാൽ മറുകർണം കൂടി കാണിച്ചു കൊടുക്കുക എന്നീ വേദഭാഗങ്ങൾ വായിച്ചാണ് പാതിരിയെ പിടിച്ച് നിലത്തടിക്കുവാൻ വിശ്വാസികൾ ഓടിച്ചത്. നവീകരണ സഭയിലെ ആ ഡിങ്കോൾഫി ലഹള കാണുക. ഈ അച്ഛൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലേ ഒക്കത്തുള്ളൂ. എന്തുകൊണ്ട് അല്ല, പൊതുയോഗമല്ല. അച്ഛൻ ഉണ്ടായിരുന്ന അച്ഛൻ എവിടെ പള്ളിക്കാരാ അറിയാം ഞങ്ങൾക്ക്. ഈ അച്ഛൻ എവിടെ പോയെന്ന് അറിയാം ഞങ്ങൾക്ക്. അച്ഛൻ എപ്പം വന്നു, എന്ത് വന്നു, ഞങ്ങൾക്കൊന്നും തിരുവേലി ഞങ്ങളെ
ഇനി കുർബാനയ്ക്ക് ശേഷം ഇടവക സംഘം കൂടിയപ്പോൾ ഉള്ള ദൃശ്യങ്ങൾ കാണുക. സ്ത്രീകളായാൽ ഇങ്ങനെ വേണം. പാതിരികൾ പറയുന്നത് കേട്ട് അവർ ഇനി മിണ്ടാതിരിക്കില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കിയല്ല, മൈക്കിലൂടെ തന്നെ വിളിച്ചു പറയും. ഞാൻ യൂത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ബെന്നിയാച്ചൻ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഈ നിമിഷം വരെ അറിയത്തില്ല. ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം. രണ്ട്, ഇതിന്റെ ചുമതല, അതായത് ഈ പ്ലാനിന്റെ ചുമതല നേതൃത്വം വഹിച്ചത് ബെന്നിയാച്ചനാണ്. അപ്പൊ ബെന്നിയാച്ചൻ ഇവിടെ വരാതെ ഈ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കംപ്ലൈന്റ് കൊടുത്ത ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ആ കംപ്ലൈന്റിന്റെ റീസൺ ഞങ്ങൾക്ക് അറിയണം. എന്ത് തെറ്റാണ് ബെന്നിയാച്ചൻ ചെയ്തതെന്ന് ഞങ്ങൾക്ക് വ്യക്തമാവണം. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പേഴ്സണലി അച്ഛനോട് ഒരു വിഷയങ്ങളും ഇല്ല, അല്ലെങ്കിൽ അവരുടെ ആരാധന നടക്കണ്ടെന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഈ കാര്യം, ഈ ഞങ്ങളിൽ പറഞ്ഞ ഈ ആവശ്യങ്ങളുടെ കാര്യം റീസൺ അറിയാതെ ഈ കാര്യങ്ങൾ ആരാധന മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല. പക്ഷേ കുർബാനയും നടന്നു, പുതിയ ട്രസ്റ്റിയെയും തിരഞ്ഞെടുത്തു. പാതിരിയെ വിടർത്തിയ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ പള്ളിയിൽ നടന്ന ഈ കൂട്ടയടി വൈറലായപ്പോൾ ഒരു അടിമവിശ്വാസി പറഞ്ഞത് അത് തമ്മിലടിയല്ല, കുർബാന തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള ഒരു വാമപ്പ് സെഷനാണെന്ന്. ശരിക്കും ഇതല്ലേ നവീകരണം? ഡിങ്കോൾഫി ലഹളക്കാരെ മാർത്തോമ മെത്രാപ്പോലിത്ത ഒന്നും പറയില്ല. കാരണം മെത്രാപ്പോലിത്തയ്ക്കുമില്ലേ ജീവനിൽ പേടി. അംശപടി ഉണ്ടെങ്കിലും ആ നൈറ്റിക്കുള്ളിൽ ഒരു പച്ച മനുഷ്യനിലെ ഉള്ളത്. അതുകൊണ്ടാണ് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.